ദേശീയ തലത്തിൽ നടത്താൻ ഉദ്ദേശിച്ച കോൺക്ലേവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കണ്ണൂരിൽ ദേശീയ തലത്തിലുള്ള ആളുകൾ നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പാർട്ടിയിലെ പുതിയ കർമ്മ പദ്ധതികൾ പാർട്ടി പ്രവർത്തകരുമായി പങ്കുവച്ച് പുതിയ തലത്തിലേക്ക് പാർട്ടിയുടെ വികാസവും പാർട്ടിയുടെ പുരോഗമനവും പാർട്ടിയുടെ വളർച്ചയുമൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു കോൺക്ലേവ് സംഘടിപ്പിച്ചത്. അതോടൊപ്പം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളും അതിന്റെ ഭാഗമായി പ്രചാരണ പരിപാടികൾ ഊർജിതപ്പെടുത്തലുമൊക്കെ ഈ കോൺക്ലേവിലൂടെ പ്രവർത്തകരുമായി പങ്കുവെക്കുകയും അത്തരം പരിപാടികൾക്ക് കൂടി ഈ കോൺക്ലേവ് വേദിയാവുകയും ചെയ്തു. കേരളത്തിൽ 45 സ്ഥലങ്ങളിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയില്ല. കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-നെതിരെയും CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF-നെതിരെയും BJP-യുടെ നേതൃത്വത്തിലുള്ള NDA-ക്കെതിരെയും ഇങ്ങനെ 3 മുന്നണികൾക്കെതിരെ ജനകീയ പതന രാഷ്ട്രീയ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. 45 സ്ഥലങ്ങളിലാണ് നോമിനേഷൻ കൊടുത്തത്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്തെ മർദ്ദിത ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പാർട്ടി അതിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് വളരെ കൃത്യമായി ഇത്തരം പാർട്ടികൾ ഒരു ഭാഗത്ത് BJP അവർ രാഷ്ട്രീയ അജണ്ടയില്ലാതെ മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണം നടത്തുകയും രാജ്യത്തെ ജനങ്ങളെ അകറ്റി നിർത്തി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുമ്പോൾ BJP-യെ കൃത്യമായി തടയാൻ പദ്ധതികൾ ആവിഷ്കരിക്കാതെ BJP-യുടെ രാഷ്ട്രീയ പ്രചരണങ്ങൾ ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാതെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നതിന്റെ അപ്പുറത്തേക്ക് ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടം പോവാതെ നിൽക്കുന്ന മറ്റു മുന്നണികൾക്കിടയിൽ ഫാഷിസ്റ്റ് വിരുദ്ധ കാഴ്ചപ്പാടുകൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയുകയും അതോടൊപ്പം മർദ്ദിത ജനവിഭാഗങ്ങളുടെ ഒരു രാഷ്ട്രീയ പതനം എന്ന തികച്ചും വ്യത്യസ്തമായ ഒരാശയം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് SDP-യെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തികച്ചും കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും ഇന്ന് ഇവിടെ ചേർന്ന കോൺക്ലേവും തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും തനിനിറം തുറന്നു കാണിക്കുകയും അവരുടെ രാഷ്ട്രീയ പാപത്വം തുറന്നു കാണിക്കുകയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാട് ജനങ്ങൾക്കിടയിൽ വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ ശക്തിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നത് ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കോടുകൂടി ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പാർട്ടി ഈ പ്രദേശങ്ങളിൽ മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ ആ രീതിയിൽ കാണുകയും നിങ്ങളുടെ സർവാത്മക പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.
ബാക്കി സ്ഥലങ്ങളിൽ നമ്മൾ തീരുമാനിക്കുന്നുണ്ട് ഏത് പാർട്ടിയുമായിട്ടാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അത് ഇപ്പോൾ കോൺക്രീറ്റ് തീരുമാനമായിട്ടില്ല, അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ക്വസ്റ്റ്യനാണ്. ഒന്ന്, ആരൊക്കെ സമീപിച്ചിട്ടുണ്ടെന്ന്. അതിന് വലിയ കാര്യമില്ല. എലക്ഷൻ ആകുമ്പോൾ എല്ലാവരും സമീപിക്കും, അതൊരു സ്വാഭാവികമാണ്. അത് ലോകത്തെ എല്ലാ പാർട്ടിക്കാരെയും സമീപിക്കും, എല്ലാ പാർട്ടികളും സമീപിക്കും. അത് ഒരു ഗൗരവത്തോടു കൂടി ഞങ്ങൾ എടുക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ അതിനൊരു വലിയ ഗൗരവം ഞങ്ങൾ കാണുന്നില്ല. അതായത് BJP ഒഴിച്ചുള്ള എല്ലാ മുന്നണികളോടും ഞങ്ങൾക്ക് ഒരു തുല്യ സമീപനമാണ് ഉള്ളത്. അതിന് ചില പാർട്ടികൾ ഞങ്ങളുടെ ചില അജണ്ടകളൊക്കെ നിൽക്കുമ്പോൾ മറ്റ് അജണ്ടകളോട് ലേശ അകലുണ്ടാവും. വേറെ പാർട്ടികൾക്ക് വേറെ ചില അജണ്ടയിൽ കുറച്ച് അടുത്തുണ്ടാകുമ്പോൾ കുറച്ച് അകലുണ്ടാവും. ഒരു കൃത്യമായ സ്റ്റേജിൽ വെച്ച് ഇവരാണ് കൂടുതൽ അടുത്തത് എന്ന് പറയാൻ സാധ്യമല്ല. പക്ഷെ ഞങ്ങളുടെ നിലപാട് BJP ഒഴിച്ചുള്ള രണ്ട് മുന്നണികൾ അവരെ ഒരു മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ സമീപിക്കുകയാണെങ്കിൽ പരസ്യമായി ഈ മുന്നണികളുമായി കൂട്ടുചേരാം എന്നതാണ് ഞങ്ങളുടെ ഒരു പൊതു തീരുമാനം. അല്ല, മനസ്സാക്ഷി വോട്ട് അങ്ങനെ തീരുമാനിക്കാറായിട്ടില്ല. മനസ്സാക്ഷി വോട്ടിന്റെ സാധ്യത ഉണ്ടാവില്ല. മഞ്ചേശ്വരത്ത് ഞങ്ങള് 45 സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ചു. ഏകദേശം ഞങ്ങൾക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇതിലിപ്പോ ഒരു ചർച്ച വരുന്നത് മഞ്ചേശ്വരത്ത് എന്തുകൊണ്ട് മത്സരിക്കുന്നു എന്നതാണ്. അതിന് BJPയുടെ ഒരു വിജയ സാധ്യതയുണ്ട് എന്ന് ഈ ചോദ്യം ചോദിക്കുന്നവർ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. BJPക്ക് ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം ഞങ്ങൾക്ക് ഒരുപാട് പ്രവർത്തകരുള്ള, പഞ്ചായത്ത് മെമ്പർമാരുള്ള, ജനകീയ അടിത്തറ വികസിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എവിടെ മത്സരിക്കണം, എവിടെ മത്സരിക്കരുത് എന്ന് തീരുമാനിക്കുന്നത് ആ പാർട്ടി. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ചില ഇളവുകൾ, ചില പാർട്ടികളെ ജയിച്ചു കയറുന്നതിനേക്കാൾ ഉപരി ചില പാർട്ടികളെ പരാജയപ്പെടുത്താൻ, പ്രത്യേകിച്ച് പറഞ്ഞാൽ BJPയെ പരാജയപ്പെടുത്താൻ ചില നിലപാടുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു, പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ ആരോടൊപ്പമൊക്കെയാണോ നിന്നത് അവർ പിന്നീട് BJPയെ തോൽപ്പിക്കാൻ, BJPയെ ഞങ്ങളെ തോൽപ്പിക്കാൻ BJPയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ പിന്നെ കാണുന്നത്. നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, BJP വരരുത് എന്ന് സത്യസന്ധമായി ഈ മുന്നണികൾ തീരുമാനിച്ചുവെങ്കിൽ കഴിഞ്ഞ തവണ ഏത് പാർട്ടിയാണോ വിജയിച്ചത് ആ പാർട്ടിക്ക് 3-ാം സ്ഥാനത്തുള്ള മെയിൻ പാർട്ടി പിന്തുണ കൊടുത്തുകൊണ്ട് BJPയുടെ വരവ് തടയാൻ ആവശ്യമായ നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു പരിപാടിയാണ്. മറിച്ച് SDPI മത്സരിക്കുമ്പോൾ മാത്രം വരുന്ന ഒരു BJP ഭരണം. ഞങ്ങൾ BJPക്കെതിരെ വളരെ കണിശവും കൃത്യവുമായ പ്രചാരണം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇനിയും ഒന്ന് നടത്തും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഞങ്ങൾക്ക് മത്സരിക്കേണ്ടിടത്ത് മത്സരിക്കാനും രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടിടത്ത് പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് അധികാരമുണ്ട്. അത് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നേരത്തെ ഞങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുമുണ്ട്. ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അധികാരമുള്ളതോടൊപ്പം തന്നെ വിട്ടുവീഴ്ചയും ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനെ നിസ്സാരമായിട്ട് ചിലപ്പോൾ കണ്ടേക്കാം. അങ്ങനെ ഒരു ചെറിയ സംഭവത്തിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് ചില പാർട്ടികൾക്ക് വേണ്ടി പ്രചാരണ പരിപാടി ഏറ്റെടുത്തവർ മാത്രം പറയുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഈ പറയുന്ന പാർട്ടികളുടെ നേതാക്കന്മാരൊന്നും ഞങ്ങൾ ഇതുവരെ സമീപിച്ചിട്ടില്ല. നിങ്ങൾ കാരണം ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ട് ആരും സമീപിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് അവിടെ പ്രവർത്തകരുണ്ട്, ലോക്കൽ ബോഡി അംഗങ്ങളുണ്ട്, ജനകീയ അടിത്തറയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മത്സരിക്കും.
ആ പ്രവർത്തകര് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാൻ പാർട്ടിയിൽ മണ്ഡലം കമ്മിറ്റി ഉണ്ട്. മണ്ഡലം കമ്മിറ്റി അറിഞ്ഞിട്ടില്ല. പിന്നെ സംസ്ഥാന കമ്മിറ്റി ഉണ്ട്, ജില്ലാ കമ്മിറ്റി ഉണ്ട്, കേന്ദ്ര കമ്മിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു വേദിയിലും അവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തകരെ പിൻവാങ്ങണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയല്ല, ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചു. അതാണ് ഫസ്റ്റ് തീരുമാനം. അതിന് ഷാനവാസ് വരികയാണെങ്കിൽ ആലോചിക്കാം എന്നാണ്. അല്ലാതെ ഷാനവാസിന് സീറ്റ് കിട്ടാത്തത് കൊണ്ട് പെട്ടെന്ന് കോപം കയറിയിട്ട് മത്സരിച്ചതല്ല. മത്സരിക്കാനാണ് ആദ്യ തീരുമാനം. അതിലൊരു വിട്ടൊഴിവ് ഷാനവാസ് വരികയാണെങ്കിൽ ചെയ്യാമെന്നാണ് ജില്ലാ ഭാരവാഹികൾ പറഞ്ഞത്. അല്ല, അത് നമ്മൾ തീരുമാനിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ. അതൊരു കാസർഗോഡ് മാത്രമല്ല, ഈ 45 സ്ഥലം കഴിഞ്ഞാൽ ബാക്കി ഏകദേശം 95 സ്ഥലം ഉണ്ടല്ലോ. ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് മാത്രം, ഞങ്ങൾക്കിപ്പോ മഞ്ചേശ്വരത്ത് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന് BJP വരരുതെന്ന് ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, PC തോമസ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചില്ലേ? ഞങ്ങൾ മത്സരിച്ചിട്ടാണ്. നേമത്തെ ജയിച്ചില്ലേ? നേരത്തെ ഞങ്ങൾ മത്സരിച്ചിട്ടാണ്. ഇപ്പൊ സുരേഷ് ഗോപി, പഴയതൊക്കെ മറക്കാം, സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചു. ഞങ്ങൾ മത്സരിച്ചിട്ടാണ്. അല്ലല്ലോ, തൃശ്ശൂര് ചെറിയ വോട്ടും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ലെ, തൃശ്ശൂര് 2000 ഉണ്ടല്ലോ. എന്നിട്ടും ഞങ്ങൾ മത്സരിച്ചില്ല, എന്നിട്ട് ജയിച്ചില്ലേ? അതാരുടെ കുഴപ്പമാണ്? മഞ്ചേശ്വരത്ത് മാത്രമല്ല, കേരളത്തിൽ മത്സരിക്കുന്ന മുഴുവൻ പ്രദേശത്തും ഞങ്ങളുടെ ശക്തി തെളിയിക്കാനും ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനം കൂട്ടാനും അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അല്ല, കേരളത്തിലെ 45 സ്ഥലത്തും. ഞങ്ങൾക്ക് മഞ്ചേശ്വരം മാത്രമേ പ്രത്യേകതയില്ല, 45 സ്ഥലവും ഒരുപോലെ. അത് ഞങ്ങൾ നേരത്തെ അങ്ങനെ തീരുമാനിച്ചതാണ്. മത്സരിക്കുന്നത്, ആര് ജയിക്കുന്നു ആര് പരാജയപ്പെടുന്നു എന്നുള്ളത് എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കണം. അതേ മണ്ഡലം കമ്മിറ്റിയൊക്കെ ഡിസ്കസ് ചെയ്ത് അവിടെ സ്ഥാനാർത്ഥി, നമ്മുടെ മറ്റ് സൗകര്യങ്ങൾ ഇതെല്ലാം പരിഗണിച്ചിട്ട് അതാണ് പറഞ്ഞത്. പല ഘടകങ്ങളും ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നതും മത്സരിക്കാതിരിക്കുന്നതും തീരുമാനിക്കുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞത്. ബാക്കി 95 മണ്ഡലത്തിലെ പിന്തുണയുണ്ടല്ലോ. ഇല്ല, അത് കൊടുക്കും. ഒരു രാഷ്ട്രീയ നിലപാടാണെങ്കിൽ പരസ്യമായിട്ട് പ്രഖ്യാപിക്കും. അല്ലെങ്കിൽ അവരോട് ഇഷ്ടം പോലെ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾ അതിനൊന്നും ഇൻട്രസ്റ്റ് എടുക്കുകയില്ല. ഞങ്ങളെ മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷം വന്നാൽ കോൺഗ്രസ് വരണമെന്ന് ഞങ്ങളുടെ അജണ്ടയാണ്. അത് ആരെങ്കിലും വരട്ടെ, ആരെങ്കിലും വരും. അതിനുവേണ്ടി ഞങ്ങൾ പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പണിയെടുക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടി വലുതാവാനാണ്. ഇടതുപക്ഷം വരാൻ ഇടതുപക്ഷത്തിന് നേതാക്കന്മാരുണ്ട്, UDF വരാൻ UDFന് നേതാക്കന്മാരുണ്ട്. അവരുടെ പണി ഞങ്ങൾ ഏറ്റെടുക്കണ്ട. ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് വരാൻ, ഞങ്ങളുടെ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ, അടിത്തറ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പണികളാണ് ഞങ്ങൾ എടുക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം വാർത്തകൾ വരുന്നത് ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. അതിനിപ്പോൾ ഇടതുപക്ഷം ചിലപ്പോൾ കോൺഗ്രസും BJP തമ്മിൽ ഡീലുണ്ടെന്ന് പറയും. അതും സീരിയസ് ആയിട്ട് എടുക്കുക. അതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് മാത്രമാണ് കണക്കാക്കേണ്ടത്. മറിച്ച്
അല്ലാത്ത രീതിയിൽ വരട്ടെ. അപ്പോൾ നമുക്കത് ചർച്ച ചെയ്യാൻ സീരിയസ് ആവും. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ആകെ പറയാനുള്ള ഒരു BJP വിരുദ്ധ പ്രസ്താവന ഇതാണ്: അവർ BJP ആയിട്ട് ബന്ധമുണ്ട്, ഇവർ BJP ആയിട്ട് ബന്ധമുണ്ട്, ഡീലുണ്ട് എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. അതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രം. ആണ്. കാരണം ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ ഫാഷിസ്റ്റ് വിരോധം ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഒരു ഔദാര്യം എന്ന നിലക്കാണ് അവർ കാണുന്നത്. അതല്ലാതെ ഭരണഘടന സംരക്ഷിക്കാനും ഇന്ത്യയുടെ താല്പര്യത്തോടൊപ്പം നിൽക്കാനും എന്ന ഒരു വിശാലമായ അർത്ഥത്തിലല്ല പലപ്പോഴും ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ BJP വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നത്. പകരം ഞങ്ങൾ ന്യൂനപക്ഷങ്ങളോട് ചെയ്യുന്ന ഒരു ഔദാര്യമാണ്. പലപ്പോഴും നമ്മളോട് അങ്ങനെ പറയാം, ഞങ്ങൾ BJPക്കെതിരെ പ്രസ്താവന കൊടുത്തില്ലേ എന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഔദാര്യം എന്ന നിലക്കാണ് ഇത് സീരിയസ് ആയിട്ട് വരുന്നില്ല. അത് നിലപാടെടുത്തോ ഓൺലൈനിലുള്ളവർക്കൊക്കെ മനസ്സിലായി. അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പഴയ ജില്ലാ പ്രസിഡന്റ്, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമായ AC ജലാലുദ്ദീനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അല്ല, കാരായി രാജൻ മത്സരിക്കാതിരിക്കുക അത് CPMന്റെ കാര്യം ആണ്. അത് അവരെ കാര്യമല്ലേ. നമ്മളിപ്പോൾ മത്സരിക്കണമെന്നുള്ളതൊന്നുമല്ല പ്രശ്നം. ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് ആണ്ട് അതിനനുസരിച്ച് പ്രചാരണം നടത്തും. അതിനല്ലേ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ ക്യാമ്പയിൻ നടത്താനുള്ള ഏറ്റവും നല്ല അവസരം അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോഴാണ്. അതിന് ഞങ്ങൾ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയിട്ടുണ്ട്. ശക്തമായ പ്രചാരണം നടത്തും. അതിൽ തർക്കമില്ല. അതെ, പിന്നെ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി സാധാരണ നമ്മൾ അപരൻ എന്ന് ആരെ പറയാം? പാർട്ടി അഡ്രസ്സും ഇല്ലാതെ വന്ന് നിർത്തുന്നതിനാണ്. ഇത് SDPIയുടെ സ്ഥാനാർത്ഥിയാണ്. SDPIയുടെ അഡ്രസ്സിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അത് അദ്ദേഹം പാർട്ടി ലീഡർഷിപ്പിലുള്ളതാണ്. അതെങ്ങനെ അപരനാവുന്നത്? നിർണായകമാണ്. അതിനാണ് പ്രശ്നം. ഉറച്ചു നിൽക്കും. അതിനല്ലേ കൊടുത്തത്. അതിപ്പോ അവരോട് ചോദിക്കേണ്ട, എനിക്കറിയോ. AKM അഷ്റഫ് എന്ന ഒരു വ്യക്തി നമ്മുടെ ഒരു വിഷയമില്ല. അവിടെയുള്ള സംഗതി വെച്ചാൽ, ഒന്ന് കേരളത്തിൽ ഞങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾ മത്സരിക്കുന്നു. അതിൽ മഞ്ചേശ്വരവും ഉണ്ട്. അതാണ് ഒരു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാരണം, അവിടെ BJP വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അത് തടയാൻ ആവശ്യമായ ഒരു സ്ട്രാറ്റജി ഇവിടുത്തെ പ്രധാനപ്പെട്ട മുന്നണികൾ എടുക്കുന്നില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴോ മാറിക്കഴിഞ്ഞു. അത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കി. അങ്ങനെ തന്നെ അത് തുറന്ന. നേരത്തെ ബംഗാളിൽ കോൺഗ്രസ് CPM എതിരായിരുന്നില്ലേ? ഇപ്പൊ ഒരുമിച്ചല്ലേ മത്സരിക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ അവര് ചില ആഭ്യന്തര പ്രശ്നക്കാരനെ ഒരുമിച്ചല്ല, പ്രത്യയശാസ്ത്രപരമായിട്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഒരു സ്ഥലത്ത് ദുർബലമാകുമ്പോൾ ദുർബലമായ ആളുകൾ ഒരുമിച്ച് നിൽക്കണ്ടേ? മഞ്ചേശ്വരം അവർ ദുർബലമാണെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് നിൽക്കട്ടെ, ഞങ്ങളും കൂടെ നിൽക്കാം. അല്ല, അവർ ശക്തവാന്മാരാണെങ്കിൽ BJP വരുന്നു എന്ന് പറഞ്ഞിട്ട് BJPക്ക് വേണ്ടി ക്യാമ്പയിൻ ഇതിന് നടത്തണം. അല്ല, എന്നിട്ട് സ്ഥാനാർത്ഥിയില്ലേ? പിന്നെ ഇവിടെ ഒരുമിക്കുന്നത് രണ്ട് സ്ഥാനാർത്ഥി ഇന്ന് വളരെ ജോറായ പ്രചാരണ പരിപാടികൾ നടത്തുന്നുണ്ട്. മഞ്ചേശ്വരത്ത് മാത്രമല്ല, നേമത്തും അവിടെ ഇവിടെയൊക്കെ ഇല്ലേ? നേമത്ത് മുമ്പ് ജയിച്ചിട്ടുണ്ടല്ലോ. അല്ല, അപ്പോ മഞ്ചേശ്വരത്ത് ജയിക്കുന്നില്ല എന്നല്ലേ പറയുന്നത്?
ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ കേൾക്കുന്നില്ല. അത് ജയിച്ചു വരുമ്പോൾ ഓരോരുത്തർ അവകാശം അവിടെ ഞങ്ങൾ കാരണമാണ് ജയിക്കാത്തത്. അല്ല, വോട്ടിന്റെ കണക്ക് പറഞ്ഞാൽ പണ്ട് നേരത്തെ കിട്ടിയ വോട്ട് തന്നെയാണോ അല്ലെങ്കിൽ നേരത്തെ എത്ര കിട്ടിയത് അതിന്റെ എണ്ണവും ഇപ്പൊ അല്ല, അങ്ങനെയല്ലേ പറയാം. ഇപ്പൊ ഒരു പാർട്ടി വോട്ട് കുറഞ്ഞാല് സാധാരണ ഒരു വിലയിരുത്തൽ വരുന്നത് എന്താണെന്നറിയാം. ആ പാർട്ടി നശിച്ചു എന്നല്ല ആൾക്കാർ പറയാം, ആ പാർട്ടി വേറെ ആർക്കും വോട്ട് കൊടുത്തു എന്നാണ് പറയാം. സംഗതി ഈ പാർട്ടിയിൽ നിന്ന് ആൾക്കാർ പോയിട്ടുണ്ടാവും. അതും സംഭവിക്കുന്നുണ്ടല്ലോ ഇന്ത്യയിൽ. നമ്മൾ കാണുന്നില്ലേ, പണ്ട് ജയിച്ചിരുന്നിടത്ത് വളരെ ചെറിയ വോട്ട് കിട്ടി ഇലക്ഷനിൽ വളരെ കുറഞ്ഞ വോട്ട് കിട്ടുന്ന സംഭവങ്ങളില്ലേ. അതിപ്പോൾ പലരും എല്ലാവരും വിറ്റതൊന്നുമല്ലല്ലോ, വിൽക്കാൻ മുതലില്ലാത്തതല്ലേ, അങ്ങനെ ആയി വരുന്നില്ലേ. അതങ്ങനെ വിലയിരുത്തണ്ടേ. നമ്മളൊരു പാർട്ടിയുടെ ശക്തി മാത്രമല്ല, ഒരു പാർട്ടിയുടെ ദൗർബല്യവും പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യണ്ടേ. പറഞ്ഞ പ്രഖ്യാപിച്ച 45 സ്ഥലത്ത് മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള 45 സ്ഥലത്ത് മത്സരിക്കും. അതിപ്പോ വലിയ നിലപാടില്ല. അല്ല, അത് സമയമാണ് കുറച്ച് കഴിഞ്ഞ്. അല്ല, നമ്മളെ പറഞ്ഞില്ലേ, BJP അല്ലാത്ത എല്ലാവർക്കും നമുക്ക് ഒരുപോലെയാണ്. BJP നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല, അവർ വരുമില്ല, വന്നാലിട്ട് കേൾക്കില്ല. ബാക്കിയുള്ളവരെ കാര്യം അതിൽ നമുക്ക് ചില കോമൺ മിനിമം പ്രോഗ്രാംസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ട് ആര് സഹകരിക്കുന്നു എന്നുള്ളതല്ലേ. അതൊക്കെ വരട്ടെ, വന്നോളണം എന്നില്ല. ഇലക്ഷന് സ്ഥാനാർത്ഥികളെ വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം വരും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളേതായാലും അത് കാത്ത് ഒരു പണിയും ചെയ്യാതിരിക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ കാര്യമായിട്ട് മുന്നോട്ട് പോകും. അല്ല, 45 ഞങ്ങൾ ഒറ്റയ്ക്കല്ല മത്സരിക്കുന്നു. അപ്പോൾ വേറൊരാളായിട്ട് സഖ്യമില്ലല്ലോ. ഞങ്ങളുടെ നിലപാടും ഞങ്ങളുടെ പാർട്ടി കാഴ്ചപ്പാടും അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ വിലയിരുത്തി. നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും, അമിതമായ ആത്മവിശ്വാസം പറയാനെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ വിലയിരുത്താൻ നിങ്ങൾക്ക് തരികയാണ്. ഞങ്ങളുടെ പെർഫോമൻസ് വെച്ചിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുക എന്നത് നിങ്ങൾ വിലയിരുത്തും. ഞങ്ങൾ പറയുന്നില്ല, നിങ്ങളെ സത്യസന്ധമായി വിലയിരുത്തും എന്ന ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞാൻ മൂളിയെങ്കിലും കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഇപ്രാവശ്യം ഒരു തീരുമാനം എടുക്കട്ടെ. അല്ല, അതല്ലേ പറഞ്ഞതായിട്ടില്ല. നമ്മള് ഇപ്പം ഞങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് പ്രയോറിറ്റി എന്താ, വളരെ പെട്ടെന്ന് ഞാൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചത്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എല്ലാ സ്ഥലത്തെ സ്ഥാനാർത്ഥികൾ, അതിൻ്റെ ചർച്ച, അതിൻ്റെ തയ്യാറെടുപ്പുകൾ, ഇപ്പോൾ നോമിനേഷൻ കൊടുത്തു, ഇന്ന് സ്ക്രൂട്ടിനിയാണ്. ഇതൊക്കെ കഴിയട്ടെ. അത് കഴിഞ്ഞിട്ടല്ലേ മത്സരിക്കാത്തവർക്ക് സമയമുണ്ടല്ലോ. ഇപ്പോൾ ഈ പേപ്പർ വർക്കുകളുടെ ഒരു ദിവസങ്ങളുടെ തിരക്കായിരുന്നില്ല, അതിനായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുത്തത്. മത്സരത്തിൽ ഉറച്ചു നിൽക്കണം. അവരെ കുഴപ്പമില്ല, നമ്മളെ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞിട്ട് വേറുള്ളവർ അഭിപ്രായം പറയുന്നതാണ് ഇപ്പം ചില ആൾക്കാർ പറയുന്നത്. നമ്മളെ പാർട്ടിക്കാർക്ക് വളരെ കൃത്യമായ രാഷ്ട്രീയ തീരുമാനം ഇതിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ മത്സരിക്കുന്നത്. അല്ലാതെ നമ്മൾ തീരുമാനം വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് അവരോട് കൊടുക്കുകയല്ലല്ലോ. BJP ജയിക്കണ്ടേ? കുഴപ്പമുണ്ടാവണമെങ്കിൽ BJP ഈ മഞ്ചേശ്വരത്തൊന്ന് ജയിക്കണ്ടേ? ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.